നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസുമാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സാണ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്കുള്ള റീഡിങ്സാണ്. തീർച്ചയായിട്ടും ആരെയാണോ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യേണ്ടത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് റീഡിങ്സ് ഇടാൻ പറ്റാതെ വന്നത് കുറച്ച് ആളുകളുടെ മെസ്സേജ് കാര്യങ്ങൾ കണ്ടു. എനിക്ക് ഓവർ ടൈം വർക്ക്, അതായത് നല്ല രീതിയിൽ ജോലി ചെയ്യേണ്ടി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വന്നിട്ട് പിന്നെ റീഡിങ്സും പേഴ്സണൽ റീഡിങ്സും എല്ലാം കൂടി എടുക്കാൻ പറ്റാതെ പോണേ. പേഴ്സണൽ റീഡിങ്സും കുറച്ച് പെൻഡിങ് ആയിട്ടാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും എടുത്ത് തരും കേട്ടോ. അതിനകത്ത് യാതൊരു കാലതാമസവും വരുത്തില്ല. ഒരുപാട് എടുക്കാൻ പറ്റില്ല, നമുക്ക് എനർജി ലോസ് വരുമ്പോൾ പറ്റില്ല എന്ന് തോന്നുമ്പോൾ പിന്നെ നമുക്ക് റീഡിങ്സ് എടുക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് പേര് ഓഫർ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളെ, ഇതൊരു ബിസിനസ് ഒന്നും അല്ല കേട്ടോ. ഓഫർ കൊടുക്കുന്ന പരിപാടി, നമ്മൾ കടയിൽ കച്ചവടം ചെയ്യുന്ന പോലെ പലരും പലതും പറഞ്ഞ് പലതും കാണിച്ചു കൂട്ടും സോഷ്യൽ മീഡിയകളിൽ. അത് നിങ്ങൾ അതിനോടൊത്ത് ചേർന്ന് നിൽക്കരുത് കേട്ടോ. നമ്മൾ നമ്മളുടേതാകുന്നൊരു ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കണം. ഇത് ഓരോ കാര്യങ്ങളുണ്ട്, വസ്ത്രവ്യാപാരം, മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഒരു ഒരു പ്രൗഡുണ്ട്, ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ദൈവികമാകുന്ന ഇങ്ങനെ കാര്യങ്ങളിലൊന്നും ഒരിക്കലും ഓണം ഓഫർ, ക്രിസ്മസ് ഓഫർ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യുന്നത് പോലും പറയുന്നത് പോലും തെറ്റാണ്. ഇതൊന്നും ഒരു ബിസിനസ് അല്ല. നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് പറ്റുന്ന, നമ്മളുടെ എനർജി എത്രത്തോളം, നമ്മുടെ സമയം എത്രത്തോളം ഒരു വ്യക്തിക്ക് വേണ്ടി കൊടുക്കുന്നുവോ അതിനൊരു ഫീസ് നമ്മൾ ഈടാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്തൊന്നും അങ്ങനെയുള്ള ഒരു ഓഫറുകളും ഇല്ല. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും എനിക്കറിയാം ഇതിനകത്ത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നമ്മളുടേതാകുന്ന ബുദ്ധി ഉപയോഗിച്ചൊന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. എങ്ങനെയാണ് ശരിക്കും, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ വിട്ട് കളയുക കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് 2 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു വെയിറ്റിംഗ്, ഒരു കാത്തിരിപ്പിലാണ്. നിങ്ങളുടേതാകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമാകുന്ന പല കാര്യങ്ങളെയും മാറ്റിവെച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നത്തെ, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പേഴ്സണയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ലോകമെന്ന് പറയുന്നതിൽ നിങ്ങൾ മറ്റൊന്നിനെയാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കാര്യങ്ങളെ നിങ്ങൾ അറിയാതെ പോകുന്നു. നിങ്ങൾ മറ്റെവിടെയോ നിങ്ങളുടെ ലോകം കണ്ടെത്തുന്ന പോലെ, അല്ലെങ്കിൽ കാത്തിരിക്കുന്ന പോലെ, ശരിക്കും വിഡ്ഢിയാകുന്നു എന്ന് പറയേണ്ടി വരും കേട്ടോ എനിക്ക് വ്യക്തമായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. കാരണം നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾക്ക് വേണ്ടതായ എല്ലാ കാര്യവും. അതൊന്നും നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കാതെ, മനസ്സിലാക്കാതെ നിങ്ങൾ എവിടെയോ നിങ്ങളെ വിട്ടു നിൽക്കുന്ന, നിങ്ങൾക്ക് വേണ്ടാത്ത എന്തോ ഒരു കാര്യത്തിനെ നിങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നു. ഒരു പക്ഷേ നിങ്ങളെ ശക്തമായിട്ട് റിജക്റ്റ് ചെയ്ത, നിങ്ങൾക്ക് ഒരു വാല്യൂം കൽപ്പിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരിക്കലും മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ചില ഇടങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കറൻ്റ്ലി തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട്. നിങ്ങളൊരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളെ കണക്റ്റ് ചെയ്യുമ്പം അവിടെ മൂന്നാമതൊരു സ്ഥാനമുണ്ട്, മൂന്നാമതൊരു വ്യക്തിക്ക് പ്രാധാന്യമുണ്ട്. നിങ്ങളവിടെ വെറും ഒരു ഓപ്ഷൻസ് മാത്രമാണ്. നിങ്ങളവിടെ വെറുതെ ഒരു ബാലൻസ്ഡ് ആയിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവിടെ തന്നെ ഉണ്ടാകും, എന്തൊക്കെ സംഭവിച്ചാലും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ മനസ്സിലേക്ക് വിളിച്ചു വരുത്തിയ വ്യക്തി നിങ്ങൾക്ക് ഒരു വാല്യൂ നൽകാതെ മാറ്റി നിർത്തിയിരിക്കുന്നു. പരിഗണനയില്ലാത്ത ഒരു കറൻറ്റ് സിറ്റുവേഷൻസും, എന്നാൽ കാത്തിരിപ്പ്, മടുപ്പില്ലാത്തൊരു കാത്തിരിപ്പിൻ്റെ എനർജിയും, നിങ്ങളുടെ ലോകമെന്ന് പറയുന്നത് ആ ഒരു സാഹചര്യം, ആ ഒരു എനർജി വന്നാൽ മാത്രമാണ് ഉള്ളൂ എന്ന ഒരു തെറ്റായ ധാരണയിലും കുടുങ്ങി നിൽക്കുന്നൊരവസ്ഥയിലാണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ചതിക്കപ്പെടുന്നു എന്നറിയുമ്പോഴും അതിലേക്ക് വീണ്ടും വീണ്ടും ഫോക്കസ്ഡ് ആകുന്നു. അതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാത്ത വിധം
ജീവിതം ഒരു ട്രാപ്പ് ഫീലിങ്സിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. മെയിനായിട്ടുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അത്രത്തോളം അഡിക്റ്റഡ് ആയിരുന്നു, ആ ഒരു എനർജീനെ നിങ്ങൾ അത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് തെറ്റുകളും കുറവുകളെയും മറികടന്ന് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങൾ മുന്നോട്ടേക്ക് സ്ട്രഗിൾ ചെയ്തു പോയാലും നിങ്ങൾക്കൊരിക്കലും നിങ്ങളിപ്പം മനസ്സിൽ കരുതുന്ന ആ ഒരു സാഹചര്യത്തെ വിട്ടുകളയാൻ പറ്റുന്നില്ല. അത്രത്തോളം പവിത്രമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ്, നിങ്ങൾ വഴങ്ങാൻ, നിങ്ങൾ തോറ്റു കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, നിങ്ങളെ ഏത് രീതിയിലും മറ്റുള്ളവർക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് മുന്നിൽ നിങ്ങൾ അടിയറ വെച്ച് നിൽക്കുകയാണ് നിങ്ങളുടെ ആത്മാഭിമാനത്തെ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങളുടെ സ്നേഹം മറ്റൊരിടത്തേക്കും ഒഴുക്കി കൊടുക്കുകയില്ല, അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് ഇനി മറ്റൊന്ന് എൻ്റെ ലൈഫിൽ വേണ്ട, എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യേണ്ട വന്നാലും ഈ സാഹചര്യത്തിൽ ഞാൻ ഒതുങ്ങിക്കൂടാൻ, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻസിൽ ഞാൻ സംതൃപ്തിപ്പെടാൻ, അല്ലെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ് ആ ഒരു സ്നേഹത്തിൻ്റെ എനർജി എന്നിലേക്ക് വന്നു ചേരാനെന്നുള്ള ഒരു ഇമോഷണൽ തീരുമാനം കൂടി നിങ്ങളിൽ പലരുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് നല്ല സമയമാണ്, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന സമയമാണ്, ജീവിത വിജയത്തിനൊക്കെ പറ്റിയൊരു സമയമാണ്, അതുപോലെ സ്വപ്നങ്ങൾക്കൊത്ത് നിങ്ങൾക്ക് പറക്കാൻ പറ്റിയ സമയമാണ്. പക്ഷേ ഇതൊന്നും നിങ്ങൾ കാണാതെ പോകുന്നു. കാരണം നിങ്ങൾ ഇപ്പോഴും ഒരു ട്രാപ്പ് ഫീലിങ്സിലാണ്, മറ്റൊന്നിലാണ് നിങ്ങൾ എന്തൊക്കെയോ കാണാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് അങ്ങോട്ടേക്ക് പോകാതെ നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടുമുള്ള എനർജിയാണ്. 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. വളരെയധികം സ്നേഹവും പ്രണയവും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ മനസ്സിലാക്കലും എല്ലാം ഉള്ള പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളുടെ ഇതിൽ കാണുന്നത് കേട്ടോ. ശരിക്കും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കാത്തിരിക്കാൻ, സാഹചര്യങ്ങൾക്കൊത്ത് ത്യാഗം ചെയ്യാൻ തയ്യാറാണ്. എത്ര ഹാർട്ട് ബ്രോക്കൺ ഉണ്ടായാലും ഒരു റീയൂണിയൻ സംഭവിക്കും. നിങ്ങളെ ശക്തമായിട്ട് ഇമോഷണലി ചീറ്റിംഗ് ചെയ്തു, നിങ്ങളെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ചതിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അപ്പോഴും പ്രതീക്ഷ കൈവെടിഞ്ഞിട്ടില്ല, റീയൂണിയൻ ഉണ്ടാകും, അല്ലെ റീയൂണിയൻ പ്രസൻസിലേക്ക് കാര്യങ്ങൾ വരുമെന്ന് തന്നെ ചിന്തിക്കുകയാണ്. ശരിക്കും ഉറക്കമൊന്നുമില്ല, വളരെ സ്ട്രെസ് അനുഭവിക്കുന്നു. അതുപോലെ ആ വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങൾക്ക് വളരെ റിലാക്സും, നിങ്ങളൊരു പീസ് ഓഫ് മൈൻഡ്, ഒരു മനസ്സമാധാനത്തിലേക്ക് മാറുന്നതും ആ ഓർമ്മകളിൽ തന്നെയാണ്. എന്നാൽ നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുമുണ്ട്, നിങ്ങളെ മറ്റാരൊക്കെയോ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ പരിഹാസവും ഏറ്റുവാങ്ങുന്നുണ്ട്. എല്ലാ രീതിയിലും നിങ്ങൾ വല്ലാത്ത ഒരു എന്താ പറയുക, സ്ട്രഗിൾ ചെയ്ത് കടമ്പ, അതായത് വളരെ ഈ ഒരു കടമ്പ കടന്നങ്ങ് പോകുക എന്നത് നിങ്ങൾ ശരിക്കും ഒരു ഹാർഡ് വർക്കിംഗ് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവുണ്ടാകും, എല്ലാം പഴയതുപോലെയാകും. വീണ്ടും ആ സ്നേഹം, പ്രണയം, പ്രസൻസ്, സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു എനർജി, അതായത് ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ്, ഒരു സോൾ കണക്ഷൻസ് ആണ്. എത്ര സെപ്പറേറ്റഡ് ആയാലും വീണ്ടും കണക്റ്റഡ് ആവുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ നിങ്ങളെ വല്ലാതെ പിടിച്ചു നിർത്തുന്നതായിട്ടും നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രതീക്ഷ എപ്പോഴും കണക്റ്റ് ചെയ്യുന്നതായിട്ടുമാണ് കാണുന്നത്. പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടാൻ തയ്യാറാണ്, സഹനശക്തിയോടുകൂടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ നിങ്ങൾ തയ്യാറാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് ഒരു റീയൂണിയൻ പ്രസൻസ് ആണ്, ഒരു തിരിച്ചു വരവ്. നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത്, നിങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കി തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങൾ അത്രത്തോളം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞില്ലേ അവസരമുണ്ട്, നിങ്ങൾക്ക് ശരിക്കും സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കറൻ്റിലി ഉണ്ട്. പക്ഷെ നിങ്ങളതൊന്നും കാണുന്നില്ല. ബ്ലെസ്സിങ്സ് നിൽക്കുന്ന നിങ്ങൾ കാണാതെ ഒരു പക്ഷേ നിങ്ങളൊരു വിട്ടിവേഷം കെട്ടുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ പോയിൻ്റ്, അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ പോകുന്നതിൻ്റെ കാരണം തന്നെ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം, ആത്മാർത്ഥത, അതുപോലെ തന്നെ വിട്ടുകൊടുക്കാൻ, അതായത് വിട്ടുകളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള
സിറ്റുവേഷൻസും ഒക്കെ തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു എനർജിയിൽ കാണുന്നത്. 8 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ്, നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണ്, എഫോർട്ട് എടുക്കാൻ തയ്യാറാണ്, നിങ്ങൾ ത്യാഗം അനുഭവിക്കാൻ തയ്യാറാണ്, കാത്തിരിക്കാൻ തയ്യാറാണ്. എത്ര സമയം വേണമെങ്കിലും, എത്ര കാലം വേണമെങ്കിലും ഒരു ഫ്യൂച്ചറിലേക്കെങ്കിലും ഈ ഒരു കാര്യത്തെ ക്ലാരിറ്റിയോട് കൂടി കിട്ടുമെങ്കിൽ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്. അത്ര സഹാനുഭൂതിയോടുകൂടി സഹനശക്തിയോടുകൂടിയും നിങ്ങൾ കറൻറ്റ്ലി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഒരു എനർജികളെയും മറ്റൊരിടത്തേക്ക് നിങ്ങൾ ഒഴുക്കിക്കളയാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരിടത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസുമൊക്കെയാണ് നമുക്ക് കറൻറ്റ്ലി കണക്റ്റഡ് ആകുന്നത്. എല്ലാം അറിയാം നിങ്ങൾക്ക്. സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. സാഹചര്യങ്ങളെ നിങ്ങൾ ശരിക്കും അനുഭവിച്ച് നല്ലൊരു പാഠം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം കാണാൻ സാധിക്കുന്ന ഒരു എനർജി ഇവിടെ ഒരു എന്താ പറയുക, പോസിറ്റീവ് അല്ല. നിങ്ങളുടെ ഇമോഷൻസിന് അല്ലെങ്കിൽ നമുക്ക് സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻസ് പോസിറ്റീവ് അല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ കാണിക്കുന്നത് മറ്റൊരു എനർജി എന്ന് പറയുന്ന 3 ഓഫ് വാൻഡ്സ് ആണ്. വെയിറ്റിംഗ് ആണ്. നിങ്ങളെ വിട്ടുപോയ ഒരു സാഹചര്യത്തെ, വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു തകർച്ച, ഒരു പൂർണ്ണമായും തകർന്ന ഒരു ബന്ധത്തിനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ലെ നിങ്ങളുടെ ഇമോഷൻസിനെ, നിങ്ങളുടെ സ്നേഹത്തെ വലിച്ചെറിഞ്ഞ, പുച്ഛത്തോടു കൂടി നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞ, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കിയിട്ടും ആ ഒരു വാല്യൂ നിങ്ങൾക്ക് നൽകാതെ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കറൻറ്റ്ലി കാത്തിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കണമെന്ന് നമുക്ക് എനർജി കാണിച്ചു തരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എനർജിയിൽ ഏറ്റവും നല്ല രീതിയിൽ സ്വപ്നങ്ങൾ നൽകിയിട്ട്, പ്രതീക്ഷ നൽകിയിട്ട് നിങ്ങളെ തളർത്തിക്കളഞ്ഞ, അല്ലെങ്കിൽ നിങ്ങളെ വീഴ്ത്തിക്കളഞ്ഞൊരു സിറ്റുവേഷൻസിന് വേണ്ടിയാണ് കേട്ടോ നിങ്ങൾ കാത്തിരിക്കുന്നതെന്നുള്ളത് മറക്കരുത്. പ്രതിസന്ധികളുണ്ട്, നിങ്ങളുടെ മുമ്പിൽ തടസ്സങ്ങളുണ്ട്. ഈ ഒരു കടമ്പ കടക്കുക എന്നത് വളരെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ഉള്ള ഒരു സിറ്റുവേഷൻസ് ആണ്. അപ്പം നിങ്ങളതൊന്ന് മനസ്സിലാക്കി വെക്കുന്നതും, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ഊർജ്ജത്തെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുന്നതും, നിങ്ങളിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുന്നതും, നിങ്ങളുടെ പിന്നിലേക്ക് നിങ്ങൾക്ക് ഇപ്പം ഏറ്റവും അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ എന്താണെന്നുള്ളതും നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ അവരിപ്പോൾ അവരുടെ ഫാമിലി എനർജിയുമായിട്ട് ഏറ്റവും സമ്പൽ സമൃദ്ധമായി ഹാപ്പിനെസ്സോടു കൂടി പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് ഇമോഷണലി ബൗണ്ടറി ഇട്ട് നിൽക്കുകയാണ്. അവരൊരു ഒറ്റപ്പെട്ട് നിൽക്കാനായിട്ട്, അതായത് മറ്റാരും അവരുടെ ആ ലൈഫിലേക്കോ അവരുടെ ജീവിത സാഹചര്യത്തിലേക്കോ കടന്നു വരാത്ത വിധം അവരൊരു വേലിക്കെട്ട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവരെവിടെയാണോ കറൻറ്റ്ലി നിൽക്കുന്നത് അവിടെ ഒരു സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നല്ല രീതിയിലെന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുമ്പോഴും ബർഡനാണ്, സമാധാനമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. കാരണം തെറ്റ് ചെയ്തൊരു വ്യക്തിക്ക്, കുറ്റവാളിക്ക് എപ്പോഴും ഉള്ളിലൊരു ഭയമായിരിക്കും. വരാൻ പോകുന്നത് എന്താണ് എന്നുള്ളൊരു ഭയം ശരിക്കും തന്നെ ഉണ്ടാകും. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. സന്തോഷം അഭിനയിച്ച് നിൽക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കേണ്ടി വരുന്ന, അമിതമായി ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വലിയ ഭാരം ചുമക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പേഴ്സണ്. കറൻറ്റ് സിറ്റുവേഷൻസ് നോക്കുമ്പോൾ ഓവർലോഡ് കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇമോഷൻസിനെയൊക്കെ മാറ്റി വെച്ച്, അവരുടേതാകുന്ന സന്തോഷങ്ങളെയെല്ലാം മാറ്റി വെച്ച് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഭയവും ബർഡനും ശരിക്കും പിടികൂടിയിട്ടുണ്ട്. തല ഉയർത്തി ജീവിതം എന്താണെന്ന് നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട്. ശത്രുദോഷം,
ശത്രുവിൻ്റെ പിടിയിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് കറൻറ്റിൽ നിൽക്കുന്നത്. അവർക്ക് ചുറ്റുമുള്ളവരെല്ലാം ശത്രുഭാവത്തിലുള്ളവരാണ്. അവർക്ക് ചുറ്റുമുള്ളവരെല്ലാം അവരെ മിസ്യൂസ് ചെയ്യുന്ന ആളുകളാണ്. അല്ലാണ്ട് അവരെ കൊണ്ട് കാര്യം സാധിക്കുക, അവരെ ഉപയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു ഗുണവും നിങ്ങളുടെ പേഴ്സണെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഫസ്ട്രേഷൻ, നിരാശയും ദുഃഖവും അതുപോലെ ഡിലേ ആണ്. കാര്യങ്ങളെല്ലാം സ്റ്റക്കാണ്. വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വ്യക്തിക്ക് ഒന്നും തന്നെയില്ല, പോസിറ്റീവ് എനർജി ഇല്ല കേട്ടോ. അവരുടെ എനർജിയിലേക്ക് നോക്കുമ്പം ശരിക്കും അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. വെറുതെ അങ്ങ് ജീവിച്ചു പോകുന്നു, അന്നങ്ങ് കഴിഞ്ഞു പോകുന്നു. രാവും പകലും നേരം വെളുത്തും രാത്രിയായും കടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും സ്തംഭനമാണ്, സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പരാജയം സമ്മതിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നിടത്ത്. അത് നിങ്ങളുമായിട്ട് ഇവർ സെപ്പറേറ്റഡ് ആണ് എങ്കിലും നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഈ പേഴ്സൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പരാജയപ്പെട്ടു, തോറ്റു, ഇനി ഒരു വിജയമില്ല എന്നുള്ളൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ 3 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പെയിൻ നൽകിയോ ആ പെയിനിലൂടെ തന്നെയാണ് കേട്ടോ കടന്നു പോകുന്നത്. നിങ്ങൾ ആ ഒരു സ്നേഹത്തിന് കൊടുത്ത മൂല്യം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കൊടുത്ത ആ ഒരു വിശ്വാസം എന്ന് പറയുന്നതൊക്കെ നഷ്ടപ്പെടുത്തി. ഇതിനകത്ത് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത, നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം മറ്റാരുടെയൊക്കെ വാക്കുകൾ കേട്ടു. അവർ നിങ്ങളെക്കാൾ കൂടുതൽ വിശ്വസിച്ചത് അവർക്ക് ചുറ്റുമുള്ള മറ്റ് ചില വ്യക്തിബന്ധങ്ങളെയാണെന്ന് കാണിക്കുന്നുണ്ട്. അവിടെ അവർക്കൊരു വിശ്വാസമായിരുന്നു, ഒരു വിജയം, ഗ്രോത്ത്, പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് നിങ്ങളുടെ എനർജിയിലേക്ക് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചു. അപ്പോൾ അവിടെ ഒരു ഗ്രോത്ത്, അവർ ചിന്തിച്ചു അവരുടെ സിറ്റുവേഷൻസ്, അവരുടെ പേഴ്സണാലിറ്റിയൊക്കെ ചേഞ്ച് ആവുകയാണ്. അവരുടെ ജീവിതം വലിയൊരു ഉയർച്ചയിലേക്ക്, അതായത് നിങ്ങളെ ചതിച്ചാലും നിങ്ങളെ ഒറ്റയ്ക്കാക്കിയാലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് നൽകിയ പ്രതീക്ഷകളെല്ലാം തകർത്ത് കളഞ്ഞാലും അവർക്ക് വലിയൊരു വിജയം വരുമെന്ന് അവർ ചിന്തിച്ചു. അവർ കർമ്മയെക്കുറിച്ച് ചിന്തിച്ചില്ല. കർമ്മ എന്ന് പറയുന്നൊരു കാര്യം അതിൻ്റെ സമയമാകുമ്പം തിരിച്ചു വരുമെന്നുള്ളത് അവർ മനസ്സിലാക്കിയില്ല. അവർ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ഒരു തീരുമാനമെടുത്തു, ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ എടുത്തു. പക്ഷേ ഹാർട്ട് ബ്രോക്കൺ ആണ്. ഇപ്പോൾ അവർ തകർന്ന അവസ്ഥയിലാണ്, വിലപിക്കുന്ന അവസ്ഥയിലാണ്. പൂർണ്ണമായും ഒരു എന്താ പറയുക, ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ്. പ്രകാശമില്ല, പോസിറ്റീവായ ഒന്നും തന്നെ ഇല്ല. തകർന്ന കുറേ ചിന്തകളും തകർന്ന കുറേ സ്വപ്നങ്ങളും തകർന്ന കുറേ അവസ്ഥകളും മാത്രമുള്ള ഒരു എനർജിയിലൂടെ കടന്നു പോവുകയാണ്. 7 ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറ്റബോധമുണ്ട്, ശക്തമായ കുറ്റബോധമുണ്ട്. മറ്റാരുടെയൊക്കെയോ കണ്ണീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് ഞാൻ ഈ കറൻറ്റിൽ അനുഭവിക്കുന്നതെന്ന് സ്വയം മനസ്സിലാക്കുന്നുണ്ട്. കുറ്റബോധമുണ്ട്, ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഫ്യൂച്ചറിനെ കുറിച്ചും ഭയപ്പെടുന്നുണ്ട്, പാസ്റ്റിനെ കുറിച്ചും ഭയപ്പെടുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ശരിക്കും ഉരുകിത്തീരുന്ന ഒരവസ്ഥയാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻസ്. എഫേർട്ട് എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, ഒറ്റപ്പെട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആരും വേണ്ട എന്നുള്ളൊരു ചിന്തയും പുതിയ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് കാര്യങ്ങളെ എടുക്കാം, വീണ്ടും കറക്റ്റ് ചെയ്യാം എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ വരുന്നുണ്ടെങ്കിലും അവിടെയും എല്ലാം പൂർണ്ണമായിട്ടും ബ്ലോക്കാണ്. എന്താണെങ്കിലും ഈ ഒരു എനർജിയുടെ ടോട്ടലി നിങ്ങളെ അവരെയും കണക്റ്റ് ചെയ്യുമ്പം നിങ്ങൾ തമ്മിലുള്ള എനർജിയിൽ ഒരു മിറാക്കിൾ സംഭവിക്കും കേട്ടോ. നിങ്ങളുടെ കാത്തിരിപ്പിനൊരു ഫലമുണ്ടാകും. നിങ്ങൾ കൊടുത്തത് അവർ തിരിച്ച് തരേണ്ടി വരും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കും. സമയവും കാലവും അനുകൂലമായി വരുന്ന സമയത്ത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് ഇന്നല്ലെങ്കിൽ നാളെ ഈ പേഴ്സൺ വരികയും ചെയ്യും, നിങ്ങളോട് മനസ്സു തുറന്ന് സംസാരിക്കുകയും ചെയ്യും. അവരുടെ തെറ്റുകളെ ഹീലാക്കാൻ വേണ്ടി നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് 100% വേണമെന്നുള്ളത് അവർ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യും. നിങ്ങൾ കൊടുത്ത പരിഗണനയും റെസ്പെക്റ്റും എല്ലാം അവർ അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാലവും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. കൂടാതെ തന്നെ നിങ്ങളെ ടോക്സിക് ആയിട്ട് കണ്ടിരുന്ന, നിങ്ങൾ അവർക്കൊരു വെറുപ്പിക്കൽ അല്ലെങ്കിൽ ഒരു മടുപ്പുണ്ടാക്കുന്ന എനർജി ആയിട്ട് കണ്ടിരുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പം അവർ ചുമക്കുന്ന ഭാരം അവർക്ക് ഇറക്കി വെക്കണമെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ പ്രസൻസ് തന്നെയാണ്. നിങ്ങൾക്ക് മുന്നിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബ്ലോക്ക് അഴിക്കാതെ നിങ്ങളുമായിട്ടൊരു ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു പക്ഷേ ഒരു സ്നേഹബന്ധമോ പ്രണയബന്ധമോ എന്ത് ബന്ധമായിക്കോട്ടെ അത് കണക്റ്റ് ചെയ്ത് പോയില്ല എങ്കിൽ പോലും
നിങ്ങളുമായിട്ട് അവർക്കുള്ള ആ ഒരു എനർജി, ആ ഒരു സെപ്പറേഷൻ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു അകലം മാറ്റിയെടുക്കുകയല്ലാതെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ടേക്കൊരു സക്സസ് ഇല്ല എന്നുള്ളതും ആ പേഴ്സൺ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നു. ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് അവരിപ്പോൾ. കറൻറ്റിൽ അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി കിട്ടുന്നുണ്ട്. ഞാൻ എത്ര കിടന്ന് തലകുത്തി മറിഞ്ഞാലും ചെയ്ത പാവത്തിന് പരിഹാരം കാണാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കും. കൂടാതെ അവരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് വന്നു ചേരാനും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങളുമായിട്ട് പൊരുത്തപ്പെടുകയും ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് നമുക്ക് ഈ എനർജിയിൽ ഇന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എല്ലാ ദിവസവും റീഡിങ്സ് എടുക്കാൻ ഞാൻ ശ്രമിക്കാം. പ്രാർത്ഥിക്കണം. എനിക്ക് എല്ലാം കൂടി ഓടി എത്താണ്ട് വരുന്നത് കൊണ്ടാണ് കേട്ടോ. ജോലി എന്താണേലും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ വിദേശത്ത് വന്ന് കിടക്കുമ്പം നമ്മളത് ചെയ്തേ പറ്റൂ. അത് ചെയ്യാമെന്ന മനസ്സുകൊണ്ട് വന്നതാണല്ലോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ ഇതും കൂടി നിങ്ങൾക്കും കറക്റ്റായിട്ട് കുറച്ച് ആളുകളുണ്ട് റീഡിങ്സ് ഇല്ലാണ്ട് പറ്റാതെ എല്ലാ ദിവസവും ഒന്ന് കുറച്ചെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സമാധാനമായിട്ട് കാണുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ. തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കാം കേട്ടോ.